ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി 1 നോക്കാം. സൂചന ഗൺ പഠിയും ഓർ പ്രശ്നോക്ക് ഉത്തരലിക്കും. എന്താണ്? യെസ്, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. രാമു കാ ഘർ സുസുവ നദിക്ക് പാസ്. രാമുവിൻ്റെ വീട് ഏത് നദിയുടെ അടുത്തായിരുന്നു? യെസ്, സുസുവ നദിയുടെ അടുത്തായിരുന്നു. ഉസ്നെ രാസ്തേ മേം ഏക് ബില്ലി ദേക്കി. അവൻ എന്താണ് വഴിയിൽ കണ്ടത് കൂട്ടുകാരെ? യെസ്, ഒരു ബില്ലിയെ ഒരു പൂച്ചയെ കണ്ടു. രാമുക്കോ ദേക്കർ ബില്ലി ഉസ്കെ പാസ് ആയി. രാമുവിനെ കണ്ടുകോ ബില്ലി എന്താണ് അവനോടൊപ്പം പോന്നു. വഹ് ബില്ലിക്കോ ലേക്കർ ഗർ ഗയ. അവൻ എന്ത് ചെയ്തു? ബില്ലിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വേ ദോനോ ദോസ്ത് ബൻ ഗയി. അവർ രണ്ടാളും എന്തായി കൂട്ടുകാരെ? യെസ്, ഫ്രണ്ട്സ് ആയല്ലേ. രാമുവിനെ ഉസ്കാന മിന്നു രക. രാമു പൂച്ചയ്ക്ക് എന്ത് പേരാണ് നൽകിയത്? യെസ്, മിന്നു എന്ന പേരിട്ടു. ഏക് ദിൻ മിന്നു ബഗീജേമേം അന്യ ബില്ലിയോം കാ സാത് ഗേൽ രഹീതി. ഒരു ദിവസം മിന്നു എന്താണ്? ബഗീജ എന്ന് പറഞ്ഞാൽ യെസ്, പൂന്തോട്ടം അല്ലേ. പൂന്തോട്ടത്തില് അന്യ ബില്ലിയോ, അതായത് മറ്റ് ബില്ലികളുടെ കൂടെ, പൂച്ചകളുടെ കൂടെ എന്ത് ചെയ്യുകയായിരുന്നു? യെസ്, ഗേൽ രഹീതി, കളിക്കുകയായിരുന്നു. ഉസി വഹാം ഏക് ചൂഹ മില. അവിടുന്ന് അവന് എന്ത് കിട്ടി? ഒരു എലിയെ കിട്ടി. മിന്നു ഉസേ പകടുക്കർ ഗർമേ ഗൂസ് ഗയി. അപ്പൊ മിന്നു എന്ത് ചെയ്യണം? അതിനടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാമുക്ക് മാംകോ ഗുസ്സ ആയ ഉസേ ബാഗ് ദിയ. അപ്പൊ എന്താണ്? രാമുവിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അതിനെന്ത് ചെയ്യാണ്? ബാഗ്ദിയ ഓടിച്ചു അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. രാമു കാ ഘർ കഹാം ഥാ. രാമുവിൻ്റെ വീട് എവിടെയായിരുന്നു? ഗംഗാ നദി കെ പാസ്. ഗംഗാ നദിയുടെ അടുത്ത്. സുസവ നദി കെ പാസ്. സുസവ നദിയുടെ അടുത്ത്. യമുന നദി കെ പാസ്. യമുന നദിയുടെ അടുത്ത്. ഏത് നദിയുടെ അടുത്താണ് കൂട്ടുകാരെ? യെസ്, ഫസ്റ്റ് സെന്റൻസിൽ എന്നെ പറയുന്നുണ്ട്. ഏത് നദിയുടെ അടുത്താണ്? യെസ്, സുസവ നദി കെ പാസ്. സുസവ നദി കെ പാസ്. ओके देन रामू के रास्ते में कौन मिल गई. രാമു को रास्ते में कौन मिल गई. ആരെയാണ് രാമു വഴിയിൽ കണ്ടുമുട്ടിയത്? ദോസ്ത്, ഫ്രണ്ടിനെ അല്ലെങ്കിൽ ലടുക്കി, പെൺകുട്ടിയെ. മോർണി, ദെൻ ബില്ലി. ആരെയാണ് കൂട്ടുകാരെ? നമുക്കറിയാം ബില്ലിയെയാണ് അല്ലെ, പൂച്ചയെയാണ്. ദെൻ രാമുനെ ബില്ലിക്ക നാം ക്യാ രഖ. രാമു ബില്ലിക്ക് എന്ത് പേരാണ് നൽകിയത്? മോട്ടു, ചിന്നു, മിന്നു, ഗോലു. എന്ത് പേരാ കൂട്ടുകാരെ നൽകിയത്? യെസ്, മിന്നു എന്നാണല്ലേ പേര് നൽകിയത്. ഓക്കെ, ദെൻ ബഗീജമേ കോൺ മില. ബഗീജയിൽ ആരെയാണ് കണ്ടത്? യെസ്, ചൂഹേനെയാണല്ലേ, എലിയല്ലേ കണ്ടത്. യെസ്, ചൂഹ. ദെൻ രാമു കി മാം കോ ക്യോ ഗുസ്സ ആയ. രാമുവിൻ്റെ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? ബില്ലിനെ ദൂത് പിയ. ബില്ലി പാല് കുടിച്ചു. ബില്ലി ചൂഹ പക്കടുക്കർ ആയി. ബില്ലി ചൂഹേനെ എലിയെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. പക്കടുക്കർ ആയി. ബില്ലിനെ മച്ചലി ഗായി. ബില്ലിനെ ഫർഷ് ഗന്ധാ ഗിയ. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, ബില്ലി ചൂഹ പക്കടുക്കർ ആയി. ബില്ലി ചൂഹ പക്കടുക്കർ ആയി. ഓക്കെ, ഈസി ആണല്ലേ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി അല്ലേ കൂട്ടുകാരെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിത പഠിക്കർ നീജെ ദിയെ ഗയെ പക്ഷ് പ്രശ്നോക്കെ ഉത്തർ ലിഖേം. കവിത വായിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. पानी से ही फसलें उगती, हर वन उपवन फलता, पानी से ही इस वसुधा पर सबका जीवन चलता. पानी से क्या उगती है? എന്താണ്? പാനി സെ ക്യാ ഉഗത്തി ഹെ നോക്കൂ. പാനി സെ ഹി ഫസലേം. എന്താണ് ആൻസർ? ഫസലേം. നമുക്ക് വരികളിൽ നിന്ന് ആൻസർ കണ്ടെത്താമല്ലേ. ഫസലേം. ദെൻ പാനി സെ ഹി ജീവൻ ഹെ ഇസ് ആവശ്യ പർ ഏക് പോസ്റ്റർ തയ്യാർ ഹെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു ബോർഡറൊക്കെ വരച്ച്, കള്ളിയൊക്കെ വരച്ച് എന്ത് ചെയ്യുക നിങ്ങൾ? യെസ്, ഇതുപോലെ ഒരു ബോർഡറൊക്കെ വരച്ച് എന്ത് ചെയ്യണം? എന്നിട്ട് അതിന് നടുവിലായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് പാനി സേ ജീവൻ ഹേ, പാനി സേ ഹി ഇതിന് നടുവിലായിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ചിത്രമൊക്കെ വരച്ച് ഒരു മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, दिन गतिविधि 3 നോക്കാം. ദോ സന്ദരെ കഹാനിക്ക് ആധാർ പർ വാർത്താലാപ് കോ പൂർത്തി കരോ. ദോ സന്ദര എന്ന കഹാനിയെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ? യെസ്, ഈ വാർത്താലാപ് പൂർത്തീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സന്ദര 1, സന്ദര 2, സന്ദര 1, സന്ദര 2 നൽകിയിട്ടുണ്ടല്ലേ. ഓക്കെ, ഹാം ഹാം ബച്ച് ഗയെ. ദർദ് ഹുവാ ക്യാ? ബാലു കെ ഹാത്തോം സെ ഹം ബച്ച് ഗയെ. ഹാം മുझे जोर से पकड़ा. ഇത്രയും സെന്റൻസ് ആണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? സന്ദര ഏക്ക് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക കൂട്ടുകാരെ? ഓക്കെ, നോക്കൂ. സന്ദര ഏക്ക് അല്ലേ. ഹാം ഹാം ബച്ച് ഗയെ. ദെൻ എന്തായിരിക്കും?
നോക്കൂ, ദർദ് ഹുവാക്യ, വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഹാം ഹാം, ബച്ച് ഗയെ, നമ്മൾ പെട്ടു എന്ന് പറയുകയാണല്ലേ. യെസ്, ദർദ് ഹുവാക്യ. ദെൻ ബാലു കെ ഹാത്തോം സെ ഹം ബച്ച് ഗയെ, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണല്ലേ. ബാലു കെ ഹാത്തോം സെ ഹം ബച്ച് ഗയെ, ഹാം മുജെ ജോർ സെ പക്കട. അപ്പൊ ഇതിൽ സന്ദര ഏക്ക് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ബാലു കെ ഹാത്തോം സെ ഹം ബച്ച് ഗയെ. ദെൻ സന്ദര ദോ എന്തായിരിക്കും ഫസ്റ്റ് വൺ? അപ്പൊ ഇതിൽ ഏതായിരിക്കും വരിക? ബാലു കെ ഹാത്തോം സെ ബച്ച് ഗയെ. അപ്പം സന്ദര ദോ പറയാണ് ഹാം ഹാം ബച്ച് ഗയെ. ദെൻ തേർഡ്, യെസ്, തോ മുജെ ജോർ സെ ഹാം മുജെ ജോർ സെ പക്കട. ദെൻ ലാസ്റ്റ് വൺ എന്തായിരിക്കും? യെസ്, ദർദ് ഹുവാ ക്യാ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഈ കോൺവെർസേഷൻ എഴുതുക. ഓക്കെ. ദെൻ കിത്തിനെ സന്ദരേ ഹേ കിനിക്കർ ലിഗേ, എത്ര സന്ദരകളുണ്ട് എണ്ണി നോക്കാൻ. 1 1 2 3 4 5. എത്ര എണ്ണമാണ്? 5 ആണല്ലേ. ഓക്കെ. ദെൻ ചിത്ര കോ പഹ്ചാനേം ഓർ ജീവ് ഉചിത് ശബ്ദ ചുനിക്കർ ലിഗേ, ചിത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചിത്രം മനസ്സിലാക്കി ഉചിതമായ വാക്ക് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? യെസ്, ഒരു കൊതുകിൻ്റെ ചിത്രമാണല്ലേ നൽകിയിട്ടുള്ളത്. എന്താണ്? യെസ്, എന്തായിരിക്കും വരിക? മച്ചർ അല്ലേ. ദെൻ ജലമുർഗി. ദെൻ എന്താണ്? പേഡ്. ദെൻ ബിലൗട്ട. ദെൻ ബാലു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതുപോലെ ഓരോന്നും ഇതിന് താഴെയായിട്ട് എന്ത് ചെയ്യുക? ഓരോന്നിനും താഴെയായിട്ട് നിങ്ങൾ വരച്ചു കൊടുത്തിരിക്കുകയല്ലേ, നിങ്ങൾ ഓരോന്നിനും താഴെയായിട്ട് ഇതേപോലെ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 5. ചിത്ര കെ ആധാർ പർ കഹാനി കോ ക്രമബദ്ധ കരെ, ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, കഹാനി കോ ക്രമബദ്ധ കരെ, കഹാനി ക്രമപ്പെടുത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, ബാലു സന്ദരേക്കോ ഫേങ് ദേത്ത, ബാലു എന്താണ്? ഓറഞ്ച് എടുത്ത് എറിയാണല്ലേ. ദോനോ സന്ദരെ ഗൂബ് ഹംസത്തെ, ഹംസത്തെ എന്താണ്? 2 നാരകങ്ങളും ചിരിച്ചു. ബാലു ആത്താഹെ, ബാലു കരടി വന്നു. ബാലുക്ക് ആങ്കോംസെ സന്ദരേക്ക രസ് ചല ആത്താഹെ, ബാലുവിൻ്റെ കണ്ണിൽ എന്താണ്? യെസ്, ഓറഞ്ചിൻ്റെ രസ് ആയല്ലേ. ബാലു സന്ദരേക്കോ ഉഡാത്താഹെ. അപ്പം ഇതിൽ ഏതായിരിക്കും ആദ്യം വരിക കൂട്ടുകാരെ? ഫസ്റ്റ് പിക്ചർ നോക്കൂ. യെസ്, ബാലു ആകയാന്നല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ബാലു ആത്താഹെ, ബാലു ആത്താഹെ, ഫസ്റ്റ് വണ്ണ് വരുന്നത് ബാലു ആത്താഹെ. ദെൻ നെക്സ്റ്റ് ബാലു സന്ദരേക്കോ ഉഡാത്താഹെ. ദെൻ തേർഡ് പിക്ചറിന് ഏതായിരിക്കും വരിക? യെസ്, ബാലു കി ആങ്കോ മേ സന്ദരേക്ക. യെസ്, ബാലു ആത്താഹെ. യെസ്, ബാലു ആത്താഹെ. ദെൻ തേർഡ് അല്ലേ, ബാലുക്ക് ആങ്കോം സെ സന്ദരേക്ക രസ് ചലാ ജാത്താ ഹെ. ദെൻ ഫോർത്ത് വൺ ഏതായിരിക്കും വരിക? ബാലു സന്ദരേക്കോ ഫേങ് അല്ലേ, ബാലു സന്ദരേക്കോ ഫേങ് ദേത്താ ഹെ. ദെൻ ലാസ്റ്റ് ദോനോ സന്ദരെ ഗൂബ് ഹസ്തേ ഹെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ചിത്രത്തിനും താഴെയായിട്ട് എഴുതുക. ഓക്കെ, ദെൻ യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.